ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേശീയ നേതൃത്വത്തിന്റെ നിർണായക നീക്കങ്ങൾ. കോൺഗ്രസ് മുതിർന്ന നേതാവ് അശോക് ഗെഹ്ലോട്ട്, അതുപോലെ കെ സി വേണുഗോപാൽ, അജയ് മാക്കൻ എന്നിവർ പാറ്റ്നയിലെത്തി. സീറ്റ് ധാരണയിലടക്കം പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നേതാക്കന്മാരുടെ നീക്കം. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനീത വി ജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് ഈ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ ചില പൊട്ടിത്തെറികളും ഒപ്പം തന്നെ ഒരു വിഭാഗം നേതാക്കൾ അത് കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ പരസ്യ പ്രതിഷേധവുമൊക്കെയായി അവർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കൃഷ്ണ അല്ലവരു ഇവിടെ നിന്ന് മാറണമെന്നും അദ്ദേഹത്തെ സംസ്ഥാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സീറ്റ് ഏജന്റ് പോലെ പെരുമാറുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ, ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലേക്കുള്ള ഒരു നടപടി പാർട്ടിക്കുള്ളിൽ തന്നെ, അത് സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ തന്നെ ഒരു നടപടി ഗുണം ചെയ്യില്ല എന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുതിർന്ന കോൺഗ്രസ് നേതാവായ അശോക് ഗെഹ്ലോട്ട്, കെ സി വേണുഗോപാൽ, അജയ് മാക്കൻ എന്നിവർ ഇപ്പോൾ പട്നയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് സംസ്ഥാന നേതൃത്വവുമായി അവർ കൂടിക്കാഴ്ച നടത്തും. നിലവിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ച് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നേരിടുക എന്നുള്ളത് തന്നെയാണ് ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. പ്രശ്നങ്ങളൊക്കെ തന്നെ പറഞ്ഞ് അതിലൊരു പരിഹാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന നേതാക്കളും വ്യക്തമാക്കുന്നത്. ഏതാണെങ്കിലും മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പട്നയിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നിർണായക കൂടിക്കാഴ്ചകളും യോഗങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പെടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഈ താരപ്രചാരകരെ അടക്കം ബീഹാറിൽ എത്തിച്ചുകൊണ്ട് പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. ഇന്നലെ അമിത്ഷാ പട്നയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, ബീഹാറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച അദ്ദേഹത്തിന്റെ റാലികളും പൊതുസമ്മേളനങ്ങളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട്. ഇനി ഈ മാസം 30-ന് പ്രധാനമന്ത്രി വീണ്ടും ബീഹാറിലേക്ക് എത്തുകയാണ്. ഇന്ന് CPM-ന്റെ സങ്കല്പ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. ഒപ്പം തന്നെ ഇന്ന് CPM-ന്റെ പ്രകടന പത്രിക കൂടി പുറത്തിറക്കിയേക്കും. താങ്ക് യു വിനീത വി ജി. ബീഹാറിലെ പാറ്റ്നയിൽ നിന്നാണ് വിനീത നമുക്കൊപ്പം ചേർന്നത്. നിങ്ങൾക്കറിയാം, ബീഹാറിന്റെ തലസ്ഥാന ജില്ലയാണ് പാറ്റ്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.